പാതിവില തട്ടിപ്പ് കേസിൽ പറവൂർ ജനസേവാ സമിതി ട്രസ്റ്റിന് മുന്നിൽ ഇരയാക്കപ്പെട്ടവരുടെ പ്രതിഷേധം തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അവിടെ നിന്നും അഖിൽ പാലൂട്ടുമഠം ചേരുന്നുണ്ട്. അഖിൽ, വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ്. നിരവധി ആളുകളാണ് ഇതിൽ വഞ്ചിതരായി അവിടെ എത്തിയിരിക്കുന്നത്. ഇന്നൊരു അന്തിമ തീരുമാനം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷ എല്ലാവരും വച്ചു പുലർത്തുന്നുണ്ട്. പോലീസും സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. എന്തായാലും എന്താണ് അവിടെ നിന്നും നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? രോഹിണി, കേരളത്തിലെ വലിയ രീതിയിൽ ആരോപിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന പാതിവില തട്ടിപ്പിൽ പറവൂരാണ് ഏറ്റവും കൂടുതൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് പോലെ ഇവരെല്ലാവരും തന്നെ ഈ ബാധിക്കപ്പെട്ടവരാണ്. ഇവിടെ പണം നൽകിയ ഡോക്ടർ മധുവിൻ്റെ ചൈതന്യ ഹോസ്പിറ്റലിലേക്ക് ഇവരെല്ലാവരും പ്രതിഷേധത്തോടെ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പോലീസിന്റെ സാന്നിധ്യത്തിലാണ് ഇവരെല്ലാവരും ചർച്ച നടത്തിയതും ഇവിടെ ആണ്. അതിനുശേഷം ചർച്ച പരാജയപ്പെട്ടതിനു ശേഷമാണ് ഇവരെല്ലാവരും ഇപ്പോൾ പിരിഞ്ഞു പോകുന്നത്. നേരത്തെ പോലീസുമായി നേരിയ തോതിലൊരു വാക്ക് തർക്കം വരെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ കൈക്കുഞ്ഞുങ്ങളുമായി അടക്കം അമ്മമാരെല്ലാവരും സമരത്തിൽ പങ്കെടുക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുത്തിരുന്നല്ലോ. ഞാൻ ഇവരെ റെപ്രസെന്റ് ചെയ്യുന്ന അഡ്വക്കേറ്റ് ആണ്. ഇവിടെ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ആൾക്കാരെ തള്ളി മാറ്റാൻ പോലീസ് കാണിക്കുന്ന ഉത്സാഹം ആ പ്രതികൾക്ക് നേരെ കാണിക്കുന്നില്ല എന്നുള്ളതാണ്. പ്രതികളെ സംരക്ഷിക്കാനാണ് ഇവിടുത്തെ പോലീസ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഞങ്ങൾക്ക് ഇന്നത്തെ മീറ്റിംഗ് കൊണ്ട് മനസ്സിലായത്. ചർച്ചയ്ക്ക് വേണ്ടി പോയപ്പോൾ ഡോക്ടർ മധു എന്താണ് പറയുന്നത്? ഡോക്ടർ മധു ഇത്രേ പറയുന്നുള്ളൂ, ഞങ്ങൾ അനന്തകൃഷ്ണനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്, അദ്ദേഹത്തിൽ നിന്ന് ഈ പൈസ കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് തരാം. ഞങ്ങൾക്ക് അനന്തകൃഷ്ണനായിട്ട് ഒരു ബന്ധവുമില്ല, ഞങ്ങൾ അനന്തകൃഷ്ണനെ കണ്ടിട്ടുമില്ല. അനന്തകൃഷ്ണനെ സ്ത്രീകളെല്ലാം അറിയുന്നത് ന്യൂസ് പേപ്പറിലൂടെയാണ്. കാശ് കൊടുത്തതും ഞങ്ങൾക്ക് വാഗ്ദാനം തന്നതും ഞങ്ങൾക്ക് വാഹനം പകുതി വിലയിൽ തരാമെന്ന് പറഞ്ഞ് ഉറപ്പ് നൽകി ഞങ്ങളെ വഞ്ചിച്ചതും JSS ട്രസ്റ്റുകാരാണ്. അവർക്കാണ് അതിൽ ലാഭം ഉണ്ടായിരിക്കുന്നത്. സർവീസ് ചാർജ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ 2000 വേറെ വാങ്ങിയിട്ടുണ്ട്. ഇതിന്റെ ലാഭത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ ഒന്നും തന്നെ മിണ്ടാനില്ലെന്നും ആ ചോദിച്ച ചോദ്യത്തോടു കൂടി ഞങ്ങൾ ആ ചർച്ചയിൽ നിന്ന് പുറത്താക്കുകയാണ് ഉണ്ടായത്. പോലീസ് പറയുന്നത് അറസ്റ്റ് നടത്താൻ അവർ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട്. ആ ജാമ്യാപേക്ഷ തള്ളിയാൽ മാത്രമേ അറസ്റ്റ് നടത്തൂ എന്നുള്ളതാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന്. അതെ, സാധാരണ ഒരു മനുഷ്യനാണെങ്കിൽ ഇത്തരത്തിലുള്ള ചീറ്റിംഗ് കേസ് നടന്നാൽ എത്ര സമയത്തിനുള്ളിൽ പോലീസ് അറസ്റ്റ് ചെയ്യും? സാധാരണ ജനങ്ങൾക്ക് അത് മനസ്സിലാവുന്നതാണ്. എത്ര ദിവസത്തിനുള്ളിൽ അറസ്റ്റ് ചെയ്യും? ഇത് ഇത്ര കണ്ട പരാതി വന്നിട്ട് പോലും ഒരാളെ പോലും അറസ്റ്റ് ചെയ്യാൻ ഇവര് തുനിഞ്ഞിട്ടില്ല. കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന്റെ മണ്ഡലം കൂടിയാണ് ഈ പറവൂർ എന്ന് പറയുന്നത്. അദ്ദേഹവുമായി ഈ പരിപാടികളിൽ പങ്കെടുക്കുകയും പ്രതിപക്ഷ നേതാവിനെ വരെ ഇവര് ചതിച്ചിരിക്കുകയാണ്. അതായത് വിശ്വാസവഞ്ചന നടത്തി അദ്ദേഹത്തെ ഫ്രണ്ടിൽ നിർത്തി ഉദ്ഘാടനം നടത്തിച്ചു. പ്രതിപക്ഷ നേതാവിനെ വരെ ചതിച്ചു. ഒരു അഡ്വക്കേറ്റായ പ്രതിപക്ഷ നേതാവിനെ വരെ ചതിച്ച് ലാഭം ഉണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടും കരുതലോടും കൂടിയാണ് ഇവർ ഇത് ചെയ്തിരിക്കുന്നത്. ഇത് ഇന്നും ഇല്ല, കണ്ട് സംസാരിക്കാൻ പറ്റിയിട്ടില്ല. നിവേദനം ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇന്നോ ഇന്നലെ തുടങ്ങിയ ചതിയല്ല, ഇത് മുൻകൂട്ടി പ്ലാൻ ചെയ്തതാണ്. അതായത് ഇത് JSS ട്രസ്റ്റിന്റെ രജിസ്ട്രേഷൻ ഞങ്ങൾക്ക് ബോർഡിൽ കാണാൻ കഴിഞ്ഞത് കഴിഞ്ഞ വർഷമാണ്. അപ്പോൾ ഈ ചതിക്ക് വേണ്ടി പ്ലാൻ ചെയ്ത് ഉണ്ടാക്കിക്കുന്ന ട്രസ്റ്റ് തന്നെയാണിത്. രോഹിണി, ഇപ്പോൾ പ്രതിഷേധക്കാർ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അവർ ബോധപൂർവം ചതിക്കപ്പെട്ടു എന്ന് തന്നെയാണ് അവർ വിശ്വസിക്കുന്നത്. കാരണം പോലീസിന്റെ ഭാഗത്ത് നിന്നും അവർക്കൊരു നീതി ലഭിക്കുന്നില്ല. കാരണം ഏകദേശം 2000-ഓളം വരുന്ന കേസുകൾ സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത് നേരത്തെ നമ്മളോട് SI സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആ പോലീസ് പറഞ്ഞത് ഇവിടെ CI സ്ഥലത്തിലെ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് പോയിരിക്കുക എന്നാണ് നേരത്തെ പോലീസ് പറഞ്ഞത്. ഇപ്പോഴും പ്രതിഷേധക്കാർ പിരിഞ്ഞു പോകാൻ തയ്യാറാകുന്നില്ല. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കഷ്ടപ്പെട്ട് സമയം ആ തുക നൽകിയവരാണ് ഇവരെല്ലാവരും. ചേട്ടാ, ഇപ്പോ പണം അടുത്ത് എന്തെങ്കിലും തരാമെന്ന് പറഞ്ഞിട്ടുണ്ടോ? പണം ഏതാണ് പണം തരാമെന്ന് പറയുന്നുണ്ടോ എപ്പോഴെങ്കിലും? ഇവര് പറഞ്ഞത് ഇവരുടെ ഇതിന് 14-ാം തീയതി ഒരു ഡേറ്റ് പറഞ്ഞിരുന്നു. പക്ഷേ ഈ 14-ാം തീയതിയാണ് ഇന്നാണ് 14-ാം തീയതി. ഇന്ന് 14-ാം തീയതി അല്ലേ? ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടി കൂടിയതാണ്. പക്ഷേ ഒന്ന് ഞങ്ങളുടെ പ്രതിനിധികളായിട്ട് ചെന്ന് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവര് തരാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് പറയണത്. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾക്കൊരു നീതി ലഭിക്കണം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരും പണയം വെച്ചും ലോൺ എടുത്തും ഓരോ പാവപ്പെട്ട ജനത്തിൻ്റെയും, അത് പല രാഷ്ട്രീയക്കാരും ഫോട്ടോസും മറ്റതും മറിച്ചൊക്കെ കണ്ടിട്ടാണ് നമ്മ ഇതിലോട്ട് വന്നത്. നമ്മ ഇവിടെ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ JSS ട്രസ്റ്റ് എന്നും പറഞ്ഞു മധു ഡോക്ടറും അതുപോലെ തന്നെ മേരി മേഡം ഇവരെയൊക്കെ നമുക്ക് അറിയുള്ളൂ. നമ്മൾ ഇവരുടെ കാശ് നമ്മളുടെ അക്കൗണ്ടിലോട്ട് അവരുടെ അക്കൗണ്ടിലോട്ട് പൈസ ഇട്ട് കൊടുത്ത്. പക്ഷേ അതിനിപ്പം ഇവരെയും മറ്റവരെയും മറിച്ചവരെയൊക്കെ പറയുമ്പോൾ നമുക്ക് അവരറിയില്ല. ഈ അനന്തകൃഷ്ണനൊക്കെ നമ്മ ഇപ്പം ഇവർ പറയുമ്പോഴാണ് നമ്മ അറിയണത്. അപ്പം ഞങ്ങൾ കൊടുത്തേക്കണ കാശിന് ഉത്തരവാദിത്വം പറയേണ്ട ഇവരാണ്. അതിനുവേണ്ടി ഞങ്ങളിവിടെ വരുമ്പോൾ ഞങ്ങൾ കൊടുക്കേണ്ട രീതിയിലാണ് സംസാരിക്കുന്നത്. ഞങ്ങൾ എന്ത് പറയാനാണ്? ഇതിൽ ഈ എല്ലാ നേതാക്കന്മാർക്കും ബന്ധമുണ്ടെന്നുള്ളതാണ് സത്യത്തിൽ. പല നേതാക്കന്മാർക്കും ഉണ്ട്, ഇല്ലേ?
ഈ രോഹിണി ഇവരെല്ലാവരും വൈകാരികമായിട്ടാണ് പ്രതികരിക്കുന്നത്. കാരണം അധ്വാനിച്ച് വേർപ്പൊഴുക്കി ചോര നീരാക്കി ഉണ്ടാക്കിയ പണമാണ്, സ്വർണ്ണാഭരണങ്ങൾ പണയം വെച്ചതാണ്, കടം വാങ്ങിയതാണ്, അങ്ങനെ സ്വരുക്കൂട്ടി വെച്ച ധനമാണ് ഇവരെല്ലാവരും തങ്ങൾക്കുടെ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിലേക്ക് വേണ്ടി, വാഹനമെന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിലേക്ക് വേണ്ടി ഈ ചതിക്കുഴിയിലേക്ക് ചെന്നുപെട്ടത്. അതിൽ അവർ നേരത്തെ പറയുന്നുണ്ട് വിവിധമായ രാഷ്ട്രീയ പാർട്ടികളുടെ ഒക്കെ തന്നെ ഇടപെടൽ ഇതിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് എല്ലാവരും പറയുന്നുണ്ട്. പക്ഷേ പോലീസും നിസ്സഹായാവസ്ഥയിൽ നിൽക്കുകയാണ്. ഇവർ ആദ്യഘട്ടത്തിൽ ചർച്ചയ്ക്ക് പോകുന്ന സമയത്തൊന്നും ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന അനന്തു കൃഷ്ണന്റെയോ ആനന്ദ്കുമാറിന്റെ പേരൊന്നും ഇവരോട് പറഞ്ഞിരുന്നില്ല. ഇവരോട് പണം വാങ്ങിയത് ഈ JSS ട്രസ്റ്റിന്റെ, അതായത് ജനസേവാ ട്രസ്റ്റിന്റെ പറവൂരുള്ള ഇതിന്റെ ഓണറായിട്ടുള്ള മേരിയും അതുപോലെ തന്നെ ഡോക്ടർ മധുവും ഒക്കെയാണ്. അങ്ങനെ അവരോട് പറഞ്ഞതിനും അപ്പുറത്തുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഇവർക്ക് വേണ്ടി പറയുന്നത്. എന്തായാലും ഇവരെല്ലാവരും ഇപ്പോഴും ബാധിക്കപ്പെട്ടവർ ഇപ്പോഴും അനാഥമായി പെരുവഴിയിൽ തന്നെ നിൽക്കുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. എന്തായാലും അവർ ഇനിയും വരും ദിവസങ്ങളിലും സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. വരുന്ന ഞായറാഴ്ച ഉച്ചയ്ക്ക് വലിയ ഒരു പ്രതിഷേധ ധർണ നടത്താൻ വേണ്ടി ഇതിന്റെ ഭാരവാഹികൾ, ആക്ഷൻ കൗൺസിലിന്റെ ഭാരവാഹികളൊക്കെ തന്നെ തീരുമാനിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും സമരം ശക്തമായി പോകുന്നുണ്ട്. പോലീസും നിഷ്ക്രിയമായി നിൽക്കുന്ന സാഹചര്യവും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. രോഹിണി. ശരി, അഖിൽ പാലോട്ട് മഠമാണ് വിവരങ്ങൾ നൽകിയത്.